നാം മുറിയിൽ നിന്ന് ഒരു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തെ സൂര്യപ്രകാശവും അകത്തെ മുറിയിലെ ഡീറ്റെയിൽസും അവ രണ്ടും നമുക്ക് ഒരുപോലെ ഒരേ സമയം കാണാൻ കഴിയും. പക്ഷേ HDR ഇല്ലാത്ത ഒരു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താലോ? അകത്തുള്ള ഷോട്ട് വ്യക്തമായി കാണിച്ചാൽ പുറത്തുള്ളത് വെളുത്തിരിക്കും. പുറത്തുള്ളത് നമ്മൾ വ്യക്തമായി കാണിച്ചാൽ റൂമിനുള്ളിൽ ഭാഗം ഇരുട്ടായി കാണും. എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നത് ഒരു ക്യാമറയ്ക്ക് നൽകാൻ കഴിയാത്തത്? ഇതേ പ്രശ്നം TV ഡിസ്പ്ലേക്കുമുണ്ട്. ഇവിടെയാണ് HDR എന്ന ടെക്നോളജി പ്രാധാന്യം അർഹിക്കുന്നത്. HDR TV എന്താണ്? ഈ TV മേടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതോ ഇത് വെറുമൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമാണോ? നമ്മളൊരു പുതിയ TV വാങ്ങാൻ പോകുമ്പോൾ എല്ലാവരും നോക്കുന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? സ്ക്രീൻ സൈസ് എത്രയാണ്? റെസൊല്യൂഷൻ എത്രയാണ്? അതായത് ഫുൾ HD ആണോ, 4K ആണോ, 8K ആണോ? എന്താണ് അതിൻ്റെ വില? എന്നാൽ TV HDR സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിൽ 2 TVകളുണ്ട്. രണ്ടും 4K, രണ്ടും സെയിം സൈസ്. ഒന്ന് HDR ഉള്ള TV, മറ്റൊന്നിൽ HDR ഫീച്ചർ ഇല്ല. ഇവ രണ്ടിലും പിക്ചർ ക്വാളിറ്റി സെയിം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം റെസൊല്യൂഷൻ എന്നത് പിക്ചറിൻ്റെ ക്ലാരിറ്റി, ഷാർപ്പ്നെസ് ഇവയെ മാത്രം തീരുമാനിക്കുന്നു. HDR എന്നത് പിക്ചറിൻ്റെ റിയലിസം ഡിസൈഡ് ചെയ്യുന്ന ഒന്നാണ്. HDR എന്നാൽ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നർത്ഥം. ഡൈനാമിക് റേഞ്ച് എന്നത് ഒരു ഇമേജിൽ ഡാർക്ക് ബ്ലാക്ക് മുതൽ ബ്രൈറ്റ് വൈറ്റ് വരെയുള്ള റേഞ്ചാണ്. ഇതൊരു ചിത്രത്തിൽ ഒരേ സമയം കാണാൻ കഴിയുന്ന ഏറ്റവും ഇരുണ്ട ഭാഗവും ഏറ്റവും തെളിഞ്ഞ ഭാഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. കൂടുതൽ ലളിതമായി പറഞ്ഞാൽ, ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ എത്ര വിവരങ്ങൾ കാണിക്കാൻ കഴിയുന്നു, അതാണ് ഡൈനാമിക് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചിത്രം യഥാർത്ഥമായി തന്നെ തോന്നുമോ അതല്ല ഫ്ലാറ്റായി തോന്നുമോ, അത് തീരുമാനിക്കുന്നത് ഡൈനാമിക് റേഞ്ചാണ്. നമ്മുടെ കണ്ണ് ഇൻക്രെഡിബിളി വൈഡ് ഡൈനാമിക് റേഞ്ചുള്ള ഒരു ഇന്ദ്രിയമാണ്. അതിനെ വെല്ലാൻ ഒരു ഡിസ്പ്ലേക്കും സാധ്യമല്ല. ഈ ചിത്രം നിങ്ങൾ നോക്കുക. സൺസെറ്റ്, ഗ്രൗണ്ട് ഇതുൾപ്പെടെയുള്ള ചിത്രമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതിൽ ആകാശം ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളാണ്, എന്നാൽ ഗ്രൗണ്ട് ഡാർക്കാണ്. അടുത്ത ഇമേജ് നോക്കൂ, ഇവിടെ നേരെ തിരിച്ചാണ്. മൂന്നാമത്തെ ഇമേജ് നോക്കൂ, ഇതിന് ഹൈ ഡൈനാമിക് റേഞ്ച് ഉണ്ടെന്ന് പറയും. ഇങ്ങനെ നാച്ചുറലായ തരത്തിൽ ചിത്രങ്ങൾ കാണിക്കാൻ കഴിവുള്ള TVകളെയാണ് HDR ഉള്ള ടെലിവിഷൻ അഥവാ HDR TV എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. HDR റെക്കോർഡ് ചെയ്ത വീഡിയോസ് മാത്രമേ HDR ആയിട്ട് TVയിൽ നമുക്ക് കാണാൻ കഴിയൂ. ഇനി HDRുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടെർമിനോളജികൾ ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിറ്റ്സ് ആണ്. നിറ്റ്സ് എന്നത് ബ്രൈറ്റ്നെസ്സിൻ്റെ മെഷർമെൻറ്റാണ്. കൃത്യമായി പറഞ്ഞാൽ ലൂമിനൻസിൻ്റെ യൂണിറ്റാണ്. ഒരു നിറ്റ് എന്നത് ഒരു കാൻഡല പെർ സ്ക്വയർ മീറ്ററാണ്. ബ്രൈറ്റ്നെസ് സബ്ജക്റ്റീവാണ്. ഒരു TV നമ്മൾ ജനലുകൾ തുറന്നിട്ട് കാണുകയാണെങ്കിൽ അത് ആ TV ലെസ് ബ്രൈറ്റായും, എന്നാൽ രാത്രി നമ്മൾ കാണുകയാണെങ്കിൽ കൂടുതൽ ബ്രൈറ്റായും കാണും. പക്ഷേ ഈ TVക്ക് ഒരേ ലൂമിനൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണെന്ന്. സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ചുള്ള TVകൾ, SDR TVകൾ സാധാരണയായി 200 മുതൽ 300 നിറ്റ്സ് വരെ ബ്രൈറ്റ്നെസ് നൽകും. പക്ഷേ HDR എക്സ്പീരിയൻസ് ലഭിക്കാൻ TVക്ക് കുറഞ്ഞത് 500 നിറ്റ്സിന് മുകളിലെങ്കിലും ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കണം. പ്രീമിയം HDR TVസിൽ 1000 നിറ്റ്സോ അതിലധികമോ ആയിരിക്കും ബ്രൈറ്റ്നെസ്. ബ്രൈറ്റ്നെസ് കൂടുതലായാൽ മാത്രമേ ഹൈലൈറ്റ് റിയലിസ്റ്റിക്കായി കാണാൻ കഴിയൂ. ഞാൻ ബ്രൈറ്റ്നെസ് ലൂമിനൻസിന് പകരം പറയുന്ന വാക്കാണ്. കൃത്യമായി പറഞ്ഞാൽ ലൂമിനൻസ് ആണ്. ഉദാഹരണമായിട്ട് സൂര്യപ്രകാശം വെള്ളത്തിൽ വന്ന് പതിക്കുന്നത്, ഫയർ, എക്സ്പ്ലോഷൻ, ഹെഡ്ലൈറ്റുകൾ ഇവ SDRൽ വളരെ ഡള്ളായി തോന്നും. എന്നാൽ HDRൽ ഇവയൊക്കെ ഐ കാച്ചിങ് റിയലിസം നൽകുന്നു. കോൺട്രാസ്റ്റ് എന്നത് ബ്രൈറ്റസ്റ്റ് വൈറ്റിനും ഡാർക്കസ്റ്റ്
ബ്ലാക്കിനും ഇടയിലുള്ള ഡിഫറൻസാണ്. HDRന് ഉയർന്ന കോൺട്രാസ്റ്റ് റേഷ്യോ ആവശ്യമാണ്. അതായത് ഡിസ്പ്ലേ വളരെ ഇരുണ്ട ബ്ലാക്കും വളരെ ബ്രൈറ്റ് വൈറ്റും ഒരേ സമയം കാണിക്കണം. ഉയർന്ന തെളിച്ചമുള്ള പ്രകാശ സ്രോതസ്സുകളെ, ഉദാഹരണം സൂര്യൻ, വിളക്കുകൾ, സ്ഫോടനങ്ങൾ, ഇവയൊക്കെ ചാരമായോ മങ്ങിയോ ആയിരിക്കുന്നതിന് പകരം സ്വാഭാവികമായി കാണിക്കുന്നതിന് HDR TV സഹായിക്കുന്നു. അടുത്തത് കളർ ഡെപ്ത് അഥവാ ബിറ്റ് ഡെപ്ത് എന്നുള്ളതാണ്. ഓരോ പിക്സൽസും എത്ര കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യും എന്നത് ബിറ്റ് ഡെപ്താണ് നിർണ്ണയിക്കുന്നത്. SDR കണ്ടൻറ്റ് സാധാരണയായി 8 ബിറ്റ് കളറാണ്. 8 ബിറ്റ് എന്നാൽ അത് 16.7 മില്യൺ നിറങ്ങളുണ്ടാക്കും. എന്നാൽ HDR കണ്ടൻറ്റ് 10 ബിറ്റ് കളേഴ്സ് സപ്പോർട്ട് ചെയ്യും. അതായത് 1.07 ബില്യൺ കളേഴ്സ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ബാൻഡിങ് ഇല്ലാത്ത സ്മൂത്ത് കളർ ഗ്രേഡിൻ്റെ ആയിരിക്കും ലഭിക്കുക. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. സ്കൈയുടെ ഇമേജും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കളർ സ്റ്റെപ്സ് കാണില്ല. സ്കിൻ ടോൺ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കുകയും ചെയ്യും. അടുത്തത് വൈഡ് കളർ ഗാമറ്റ്. ഡിസ്പ്ലേകൾക്ക് നൽകാൻ കഴിയുന്ന കളർ റേഞ്ചാണ് കളർ ഗാമറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന കളർ ഗാമറ്റ് ഉള്ള ഡിസ്പ്ലേകൾക്ക് കൂടുതൽ നിറങ്ങൾ കൃത്യതയോടെ നൽകാൻ കഴിയും. സെൻസറുകൾക്കും കളർ ഗാമറ്റ് ഉണ്ട് എന്നുള്ളത് ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. നമ്മുടെ ചർച്ച ഡിസ്പ്ലേയെക്കുറിച്ച് മാത്രമാണ്. SDR TV REC 709 കളർ സ്പേസ് മാത്രം കവർ ചെയ്യും. എന്നാൽ HDR TV സാധാരണയായി DCI P3 കളർ സ്പേസ് കവർ ചെയ്യും. DCI P3 എന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കളർ റേഞ്ചാണ്. HDR TVയിൽ നിങ്ങൾക്ക് റിച്ചറായിട്ടുള്ള റെഡ്, ഡീപ്പറായിട്ടുള്ള ഗ്രീൻസ്, വൈബ്രൻറ്റ് ബ്ലൂസ് ഇവ കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കളർ ഗാമറ്റ്, 4K 8K ബ്രോഡ്കാസ്റ്റ് സ്റ്റാൻഡേർഡിലെ കളർ ഗാമറ്റ്, ഫുൾ HD ബ്രോഡ്കാസ്റ്റ് ഇവയിൽ ഉപയോഗിക്കുന്ന കളർ ഗാമറ്റ്, ഇതാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി HDR ഫോർമാറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. HDR10 എന്നത് ഒരു ബേസ് സ്റ്റാൻഡേർഡാണ്. ഇവിടെ സ്റ്റാറ്റിക് മെറ്റാഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് മെറ്റാഡാറ്റ എന്ന് ചോദിച്ചാൽ അത് വീഡിയോ ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള HDR TVക്ക് റീഡ് ചെയ്യാൻ കഴിയുന്ന ബ്രൈറ്റ്നസ്, കളർ ഇവയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. സ്റ്റാറ്റിക് മെറ്റാഡാറ്റയിൽ വീഡിയോയ്ക്ക് മുഴുവൻ ഒരേ ബ്രൈറ്റ്നസ്സും കളർ ഇൻഫർമേഷനും ആയിരിക്കും. എന്നാൽ ഡോൾബി വിഷൻ, HDR10+ എന്നിവയിൽ ഡൈനാമിക് മെറ്റാഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സീനിനും, ഓരോ ഫ്രെയിമിന് പോലും ഇൻഡിവിജ്വൽ ഒപ്റ്റിമൈസേഷൻ സാധ്യമാണ്. HDR10ൻ്റെ ഡൈനാമിക് വെർഷനാണ് HDR10+ എന്നത്. ഡൈനാമിക് മെറ്റാഡാറ്റ കാരണം സീൻ ബൈ സീൻ ഞാൻ നേരത്തെ പറഞ്ഞ പാരാമീറ്ററുകളെ ട്യൂൺ ചെയ്യാൻ കഴിയും. ആയതിനാൽ ഡോൾബി വിഷൻ അല്ലെങ്കിൽ HDR10+ ഉള്ള TVകളായിരിക്കും ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ളത്. ഇനി HDR കണ്ടൻറ്റ് എവിടെ കിട്ടും? കാരണം കണ്ടൻറ്റും HDR ആയിരിക്കണം, എന്നാലേ നമുക്ക് HDR വിഷൻ കിട്ടുകയുള്ളൂ. HDR മൂവി, HDR പിക്ചേഴ്സ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള സ്ട്രീമിംഗ് ആപ്സ്, ടാറ്റ സ്കൈ, എയർടെൽ DTH എന്നീ HDR ബ്രോഡ്കാസ്റ്റ് സർവീസസ്, HDR ബ്ലൂറേയ്സ് ഇവയെല്ലാം HDR നൽകുന്നു. യൂട്യൂബിലും HDR വീഡിയോസ് ഉണ്ട്. ഗെയിമിംഗ് എടുത്താൽ പ്ലേസ്റ്റേഷൻ, എക്സ്ബോക്സ് ഇവ HDR സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എല്ലാ HDR TVകളും ഒരേപോലെയാണോ? ഉത്തരം അല്ല. ട്രൂ HDR പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെയാണ്: ബ്രൈറ്റ്നസ്, ലോക്കൽ ഡിമ്മിങ്, കളർ വോളിയം. ലോക്കൽ ഡിമ്മിങ് എന്നത് ബാക്ക്ലൈറ്റ് സോൺസ് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ്. ഫുൾ അറേ ലോക്കൽ ഡിമ്മിങ് FALD ഇതുള്ള TVകൾ ബെസ്റ്റ് HDR നൽകും. OLED TVകളിൽ പിക്സൽ ലെവൽ കൺട്രോൾ ഉള്ളതിനാൽ പെർഫെക്റ്റ് ബ്ലാക്ക് ലഭിക്കും. ഇതിൽ HDR10+ അല്ലെങ്കിൽ ഡോൾബി വിഷൻ കൂടി ഉണ്ടെങ്കിൽ പെർഫോമൻസ് എക്സലൻ്റ് ആയിരിക്കും. HDR ഉള്ള TVകളിൽ മൂവി സിനിമാറ്റിക്കായി തോന്നും. നേച്ചർ ഡോക്യുമെൻ്ററീസ് റിയലിസ്റ്റിക് ഫീൽ തരും. ഗെയിമിംഗ് വളരെ ഇമേഴ്സീവ് ആയിരിക്കും. സ്പോർട്സ് വൈബ്രൻ്റ് അനുഭവം നൽകും. എന്നാൽ SDR TVകളിൽ ഇത് വളരെ ഫ്ലാറ്റായിട്ട് തോന്നും. ഇനിയൊരു മിത്ത് കൂടി ഞാൻ ബെസ്റ്റ് ചെയ്യാം. 4K ഉണ്ടെങ്കിൽ HDR വേണ്ട. അത് തെറ്റാണ്. 4K ക്ലാരിറ്റി മാത്രം നൽകുന്നു. HDR ഡെപ്ത് നൽകുന്നു. റിയലിസം നൽകുന്നത് HDR ആണ്. ഫ്യൂച്ചറിൽ
ഉറപ്പായും കൂടുതൽ കണ്ടൻറ്റുകൾ HDRലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് HDR ഇല്ലാത്ത TV വാങ്ങുന്നത് ഫ്യൂച്ചർ കോമ്പാറ്റിബിലിറ്റി ഇല്ലാത്തതിന് തുല്യമാണ്. HDR TV വാങ്ങുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ചില ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതിതൊക്കെയാണ്: HDR10 സപ്പോർട്ട് ഉണ്ടോ നോക്കുക, ഡോൾബി വിഷൻ അല്ലെങ്കിൽ HDR10+ ഉണ്ടോ നോക്കുക, പീക്ക് ബ്രൈറ്റ്നസ് എത്ര നിറ്റ്സ് ആണ് നോക്കുക, പാനൽ 10 ബിറ്റ് കളർ ഡെപ്തിനോടൊപ്പം വൈഡ് കളർ ഗാമറ്റ് തരുന്നുണ്ടോ നോക്കുക, ലോക്കൽ ഡിമ്മിങ് ലഭ്യമാണോ നോക്കുക. ഞാൻ ചുരുക്കി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, റെസൊല്യൂഷൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ഷാർപ്പ്നെസ് നൽകും. HDR നിങ്ങളുടെ ബ്രെയിന് റിയലിസം നൽകും. HDR ഇല്ലാത്ത 4K TV ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ പോലെയും HDR ഉള്ള 4K TV റിയൽ വിൻഡോ തുറന്ന് ദൃശ്യങ്ങൾ കാണുന്നത് പോലെയും ആയിരിക്കും. അതുകൊണ്ട് അടുത്ത തവണ TV വാങ്ങുമ്പോൾ സൈസ്, റെസൊല്യൂഷൻ ഇവ മാത്രമല്ല HDR ഉണ്ടോ എന്നുകൂടി നോക്കേണ്ടതാണ്. ബിക്കോസ് HDR ഈസ് വാട്ട് മേക്സ് യുവർ TV ലുക്ക് റിയൽ, നോട്ട് ജസ്റ്റ് ക്ലിയർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ക്യൂരിയസ് ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു.